അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നു എന്നുള്ള വാർത്ത പ്രചരിക്കുകയും ചന്ദ്രനെ പിളർത്തിയ അത്ഭുത സംഭവം നടക്കുകയും ചെയ്തപ്പോൾ പള്ളിബാണ പെരുമാൾ ചേരമാൻ പെരുമാൾ തൻ്റെ കൊടുങ്ങല്ലൂരിൽ നിന്നും ആസ്ഥാനമായി കപ്പൽ കയറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണമൂർത്തി പറഞ്ഞ 4-ാം വേദം ഇറങ്ങും, അതിനൊരു പ്രവാചകൻ ഇറങ്ങും എന്ന് കൃഷ്ണമൂർത്തി മുമ്പ് പറഞ്ഞ ആ പ്രവാചകൻ മക്കയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് ഉടനെ തന്നെ ആ പ്രവാചകനെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന നിയ്യത്തോടുകൂടെ മഹാനായ ചേരമാൻ പെരുമാൾ, പള്ളിബാണ പെരുമാൾ കൊടുങ്ങല്ലൂരിൽ നിന്നും കപ്പൽ കയറുകയാണ്. ആ രംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. പ്രിയമുള്ളവരെ, ഏറി കപ്പൽ പാശുയർത്തി രാപ്പകൽകൾ ഓടി എത്തിടൈ ഷഹർ മുകല്ല ബസ്തി തന്നിൽ കൂടി കേറി കുദ്ദൂസെത്തി ബന്ദേ താഹതങ്ങളുണ്ടേ ീലഹത്തായത്തലത്തും ലായിരും നാറന്തേ ബാറുകൾ താരിത്ത് ബന്ധ ചേരമാനുള്ളറുന്തേ എണ്ട് ചെമ്പിട്ടപ്പുവാശം ഏറ്റണൈ പോൽ ചേർന്നേ. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്നും 2 പായക്കപ്പൽ മുഖേന മഹാനായ ചേരമാൻ പെരുമാൾ കപ്പൽ കയറിയെന്ന് മാത്രമല്ല, അന്നത്തെ ജിദ്ദ തുറമുഖത്തായിരുന്നു കപ്പൽ അണഞ്ഞിരുന്നത്. അവിടെ കപ്പൽ ചെന്നണയുകയാണ് എന്ന് മാത്രമല്ല, ബാറുകൾ താരിത്ത് ബെണ്ടർ ചേരമാനുളർന്നേ എണ്ട് ചെമ്പിട്ടപ്പുവാസം ഏറ്റണൈ പോൽ ചേർന്നേ. അങ്ങനെ പായക്കപ്പൽ ഇറങ്ങിയതിന് ശേഷം അതിവേഗത്തിൽ ഹബീബായ നബി തങ്ങളെ കാണാനുള്ള ആവേശത്തോടുകൂടെ, അവിടെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള ആവേശത്തോടുകൂടെ മഹാനായ ചേരമാൻ പെരുമാളും ഒപ്പമുണ്ടായിരുന്ന ആളുകളും നടന്നു നീങ്ങിയെന്ന് മാത്രമല്ല, അങ്ങനെ അന്വേഷിച്ച് മദീനയിൽ ചെന്നെത്തുകയാണ്. അങ്ങനെ ഹബീബായ നബി തങ്ങളെയും സഹാബത്തിനെയും കണ്ടു എന്ന് മാത്രമല്ല, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ വളരെ കൈകൂപ്പി ആദരിച്ച് ബഹുമാനിച്ച ചേരമാൻ പെരുമാൾ തങ്കം കോട്ടു പൊങ്കും കാണ്ടൽ തങ്കൾ കാരമാൽ തശുകവെ വാഴ്ത്തി തല നിർത്തി തലൈ വാർത്ത പൂതുമാ. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ചേരമാൻ പെരുമാൾ പറഞ്ഞെങ്കിലും എല്ലാം ഹബീബായ നബി തങ്ങൾ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ മഹാനായ അഷ്റഫുൽ വറ ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു, മുസ്ലിമായി എന്ന് മാത്രമല്ല, അങ്ങനെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു പേര് കണ്ടുപിടിക്കുകയും താജുദ്ദീൻ എന്നൊരു പേര് മഹാനായ ചേരമാൻ പെരുമാളിനിടുകയുമാണ്. ആ രംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. ആണ്ണവർക്കം നാദരെ പേർ വെത്ത് താജുദ്ദീന ആയതിൽ പിൻ തങ്ങൾ കൂടെ പോയവർ മദീന തനമിൽ പോറുത്ത് മാലി കുൽ ഹബീബ് ദീനാർ തൻ്റെ ജാമി ജാദുറൂഫി നാം രജിയെത്താന. അങ്ങനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നീ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളിതൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പോരെ നാട്ടിക്ക്, എന്നിട്ട് അവിടെ ചെന്ന് ഇസ്ലാം മതം പ്രചരിപ്പിക്കാമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് തൻ്റെ സഹാബത്തിനോടുകൂടെ ചേരമാൻ പെരുമാളായ ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു അവിടെ കഴിഞ്ഞുകൂടി. അവിടുന്ന് റജിയത്ത് എന്നു പേരായൊരു സഹാബിയുടെ മാലിക് ബിൻ ഹബീബിൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കുകയും അങ്ങനെ അവിടെ മദീനയിൽ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് ഒരു ദിവസം അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, എന്നെ സഹാബത്ത് പരിഹസിക്കുകയാണ്, എന്താണ് പരിഹസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അഷ്റഫുൽ വറ ത്വഹ തങ്ങളുടെ മുമ്പിലേക്ക് തൻ്റെ കാതങ്ങ് നീട്ടിക്കൊടുക്കുകയാണ്. ഊനമ്യൻ കാതാൽ ചിലർ സിത്തിടും നാറണ്ടേ ഊക്കർ മുജിസാത്ത് ബേലൈ ഹസ്തമാൽ തൂർത്തുണ്ടേ. എൻ്റെ ഈ കാതിൽ കടുക്കൻ തൂക്കിയിരുന്ന, മുസ്ലിമായിരുന്ന കാലത്ത് കടുക്കൻ തൂക്കിയിരുന്ന ഒരു ഓട്ടുണ്ട്. ആ ഓട്ട, ആ ദ്വാരം കണ്ടിട്ട് എന്നെ സഹാബാക്കൾ പരിഹസിക്കുകയാണ് പറഞ്ഞു. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങൾ
അത് പിടിച്ചപ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മുഅ്ജിസത്ത് കൊണ്ട് ആ ഓട്ട തൂർന്നു പോയി എന്ന് മാത്രമല്ല, എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ ഈ ചെവിയിൽ പിടിച്ചു പറഞ്ഞു, ഇത് ഞാൻ കാണാത്തത് കൊണ്ടല്ല, ഞാൻ നാളെ സ്വർഗത്തിൽ നിന്ന് മുത്തുക്കുല തൂക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അത് ഒഴിച്ചിട്ടത് എന്ന് ഹബീബായ നിബിതങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മറുചെവി പൊത്തിപ്പിടിക്കുകയും ഇതിൽ നിന്ന് നാളെ സ്വർഗത്തിൽ നിന്ന് മുത്തുക്കുല തൂക്കാമെന്ന് പറഞ്ഞ് ചേരമാൻ പെരുമാളാകുന്ന താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ആ ചെവി തൂർക്കാൻ അയച്ചില്ല. അങ്ങനെ ഏതായാലും ഇതിൽ അനവധിനധികം കൊതിയനും മതിയിൽ തെളി മുഹമ്മദനിൽ പീരിശമായി മദനിൽ തനിൽ അവർ ചതുറും ഒരു കൊല്ലം പദവിയോട് പൊറുത്തതിൽ പിറയിറെ ത്വാഹനബീൻ്റെ ഹിജ്റ ത്വാദതൻ്റെ താരുള്ള മാഹിയർ തൻ്റെ തിരുവായരുൾ കൊണ്ടേ. അങ്ങനെ ഈ അത്ഭുത സംഭവം നടക്കുകയും അങ്ങനെ മദീനയിൽ 5 വർഷം താമസിച്ച ചേരമാൻ പെരുമാളോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ നാടായ കേരളത്തിലും ഇസ്ലാം മത പ്രചരണം നടത്തണ്ടേ, നിങ്ങൾ അവിടേക്ക് പോകുക എന്ന് ഹബീബായ നിബിതങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ ചേരമാൻ പെരുമാളാവുന്ന താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് യാത്ര തിരിക്കാൻ വേണ്ടി തുനിയുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവുകയില്ല, നിങ്ങളുടെ കൂടെ കുറച്ച് ഇൽമുള്ള ആളുകളെ ഞാൻ സഹാബത്തിനെ പറഞ്ഞയച്ചു തരാം. അങ്ങനെ 18ഓളം വരുന്ന ആളുകൾ അവിടുന്ന് പായക്കപ്പൽ കയറുകയാണ്. എവിടേക്ക്? ഷെഹർ മുക്കല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പായക്കപ്പൽ കയറുകയാണ്. പായക്കപ്പൽ കയറാൻ വേണ്ടി മദീനയിൽ നിന്നും തിരിക്കുകയാണ്. ആരൊക്കെയാണ് തിരിച്ചത് എന്ന് മഹാകോയി മോയിൻകുട്ടി വൈദ്യർ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഇരടികൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും അരുളാൽ മൂടി ബന്ദർ താജുദ്ദീനാരും അർശർ മാലിക്കുൽ ഹബീബ് ദീനാരും അരുവിയും 5 മൈന്ദരും ഓത്ത് അതിറാവിടും നാടം മുതിർത്ത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ.